ഇതിന് നമ്മുടെ VAPCK വിപണിയിൽ ആഴ്ച 3 ദിവസമായിട്ട് വിപണിയുള്ളത്. തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിലാണ് ഞങ്ങൾക്ക് വിപണിയുള്ളത്. വിപണിയിൽ കുറച്ച് കൂടുതലായിട്ട് കർഷകരുടെ സാധനം വന്നപ്പോൾ നാടൻ സാധനങ്ങൾ നമ്മൾ MC റോഡിൻ്റെ സൈഡിലിട്ട് വിൽക്കുന്നതാണ് കാണുന്നത്. നമ്മളവിടെ ഇതിങ്ങനെ പൊക്കി പിടിച്ച് നിന്നു. കുറേ ആൾക്കാരൊക്കെ വന്ന് വാങ്ങിക്കൊണ്ട് പോയി. ഒരു വലിയ കെട്ടുണ്ടായിരുന്നു കേട്ടോ പയർ. ഏകദേശം 40 കിലോയ്ക്ക് അടുത്ത് പയർ നമുക്കിന്ന് എക്സ്ട്രാ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് വിറ്റ് തീർക്കണം. നാളെ തന്നെ ഇത് കൊള്ളുകയില്ല. നാളെ തന്നെ ഇത് ഇരുന്ന് കഴിഞ്ഞാൽ കർഷകർക്ക് പൈസ കൊടുക്കാൻ പറ്റുകയില്ല. അപ്പോൾ കർഷകൻ്റെ സാധനം നമുക്ക് വിറ്റഴിക്കാൻ വേണ്ടി ഞങ്ങളിത് എടുത്ത് റോഡിൽ വെച്ച് നമ്മൾ വിൽക്കുന്ന ഒരു കാഴ്ചയായിട്ട് കാണുന്നത്. ശരിക്കും ഇത് കണ്ടപ്പോഴത്തേനും കുറേ ആൾക്കാർ ചോദിച്ചു, എന്നാ ഇതിങ്ങനെ ഇരിക്കുന്നത്, ഇപ്പോൾ ഇതാണ് പരിപാടി. ശരിക്കും ഞങ്ങളൊക്കെ കർഷകരാണ്. ഞങ്ങളുടെ സാധനങ്ങൾ വിറ്റഴിക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ മാർഗ്ഗങ്ങൾ നോക്കേണ്ടി വരും. ഒരു പരിധി കൂടുതലൊന്നും കടകളിലേക്ക് നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം കടക്കാർക്ക് ആവശ്യമുള്ളതിൽ എടുക്കുകയുള്ളൂ. അത് കഴിഞ്ഞും അതിനൊക്കെ കൂടുതൽ സാധനം വന്നപ്പോൾ ഞങ്ങൾ ഇതുപോലെ MC റോഡിൻ്റെ സൈഡിലിരുന്ന് നമ്മളിങ്ങനെ സാധനങ്ങൾ വെച്ച് നമ്മൾ പൊക്കി ഓരോ വണ്ടികളും പോകുമ്പോൾ ഇങ്ങനെ കാണിക്കും. കുറേ പേരൊക്കെ തിരിച്ച് വന്ന് വാങ്ങിക്കൊണ്ട് പോയി കേട്ടോ. ഏകദേശം ഞങ്ങളൊരു 40 കെട്ടോളം വെച്ചിട്ട് ഇപ്പം മിച്ചമുള്ളത് 5 കെട്ടാണ് മിച്ചമുള്ളത്. അപ്പോൾ അത്രയും ഞങ്ങളിവിടെ തീർത്ത് കഴിഞ്ഞു. ഇതുപോലെ എല്ലാ ആൾക്കാർക്കും അവരുടെ സാധനങ്ങൾ ക്രോഡീകരിച്ച് വിൽക്കുകയാണെങ്കിൽ എല്ലാം നന്നായിരിക്കും അല്ലേ.